ഹായ്, വെൽക്കം ടു എക്സൽ ബ്രൈറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോർട്ട് ബൈ ഫങ്ഷൻ. അത് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഫോർമുല ഒന്ന് നോക്കാം. ഇവിടെ കാണാം 5 പാരാമീറ്റർ ഇവിടെ കാണാം. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാം റേഞ്ച്, അതായത് ടോട്ടൽ റേഞ്ച്. അറേ എന്ന് പറയുന്നത് ടോട്ടൽ റേഞ്ച്, സോർട്ട് ചെയ്യേണ്ട ഡാറ്റയുടെ ടോട്ടൽ റേഞ്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ബൈ അറേ എന്ന് പറയുന്നത് ഏത് ഡാറ്റ, അതായത് ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ സോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ കോളായിരിക്കാം, മൂന്നാമത്തെ കോളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നാമത്തേതാവാം, ഏതുമാവാം. ഏത് കോളമാണോ നിങ്ങൾക്ക് വേണ്ടത് ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യേണ്ടത്, ആ കോളം നമ്മൾ രണ്ടാമത്തെ സെലക്ട് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ സോർട്ട് ആവുന്നത്. അതായത് ഇപ്പോൾ ഒന്നാമത്തെ വേണമെങ്കിൽ നമ്മൾ ഒന്നാമത്തത് വീണ്ടും ടോട്ടൽ ഡാറ്റാബേസ് സെലക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് പാരാമീറ്ററിൽ, സെക്കൻഡ് ആർഗ്യുമെൻറ്റിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഒന്നാമത്തെ കോളം കൊടുക്കണം. രണ്ടാമത്തതാണെങ്കിൽ രണ്ടാമത്തത് കൊടുക്കാം. അതാണ് സെക്കൻഡ് വരുന്നത്. മൂന്നാമത്തെ സോർട്ട് ഓർഡർ. ഡിഫാൾട്ടായിട്ട് ഞാൻ പറഞ്ഞു, സോർട്ട് ഓർഡർ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്പർ 1 ഡിഫാൾട്ടായിട്ട് വരും അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ -1 ഇൻപുട്ട് ചെയ്യണം, -1. ഓക്കെ, അതാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം എഗെയിൻ അറേ റേഞ്ച് ഓർ സോർട്ട് ഓൺ. അതായത് ഇതിൽ വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഫസ്റ്റ് സോർട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഡാറ്റ വീണ്ടും സോർട്ട് ചെയ്യണം അടുത്ത കോളത്തിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പം നമ്മളൊരു കോളത്തിൽ നമുക്ക് നമ്പർ ഉണ്ട്, അടുത്തതിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ ആദ്യം നമ്മളെ ഇൻഫർമേഷന് നമ്പറിനെ സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ നമ്പർ സോർട്ട് ചെയ്തതിൽ ഉള്ളിലുള്ള ഡാറ്റനെ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡാറ്റനെ വീണ്ടും നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ സോർട്ട് ഓപ്ഷന് വേണ്ടിയിട്ടുള്ള അടുത്ത കോളം സെലക്ട് ചെയ്യാം. അങ്ങനെ ഇത് ഇവിടെ 5 പാരാമീറ്റർ കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നാലാമതായിട്ട് വീണ്ടും സോർട്ട് ചെയ്യണം അടുത്ത കണ്ടീഷൻ. ഇപ്പോൾ 10 കോളം ഉണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ വെച്ചിട്ട് വീണ്ടും സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സോർട്ട് കോളം സെലക്ട് ചെയ്യുക, നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക, സോർട്ട് ഓർഡർ സെലക്ട് ചെയ്യുന്നിട്ട് നമ്പർ 1 നമ്പർ -1 എന്ന് വെച്ചിട്ട് ഡിസെൻഡിങ്ങോ അസെൻഡിങ്ങോ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര കോളം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിഗ് ഡാറ്റാബേസ് ഒക്കെ ആണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സോർട്ട് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെ തന്നെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അതിനെ ബേസ് ചെയ്ത് അങ്ങനെ വേണ്ട സമയത്താണ് ഇത്രയും സോർട്ട് ഓർഡർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. അടുത്ത എക്സാമ്പിളിലേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ സിമ്പിളായിട്ട് നെയിമും റീജിയനും ഉണ്ട്. നമ്മൾ ചെയ്തതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമ്മൾ സോർട്ട് ബൈ ചെയ്യുന്നു, സോർട്ട് ബൈ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റേഞ്ച് സെലക്ട് ചെയ്യുന്നു. റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് കോളമാണോ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു. കോളം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കോളത്തിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സെക്കൻഡ് കോളത്തിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തതായിട്ട് കാണാം. ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു 3 ഡാറ്റ ഉണ്ട്. ഓക്കെ, 3 കോളം. പക്ഷേ എനിക്ക് ഇവിടെ ഈ 25,000 അതായത് സാലറി എമൗണ്ട് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഈ റീജിയനും ഉണ്ട്. ഈ 2 ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ സോർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. സോർട്ട് ബൈ. ഓക്കെ, ആദ്യം നമ്മൾ ഫുൾ റേഞ്ച്, അത് ഈ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ആ റേഞ്ച് ആയിരിക്കും നമ്മളെ ഔട്ട്പുട്ട് റിസൾട്ടിലേക്ക് വരിക. അടുത്ത ഇൻഫർമേഷനൊക്കെ നമ്മൾ സോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ഓർഡറിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് സോർട്ട് ചെയ്യുന്നത് ഈ റീജിയൻ വെച്ചിട്ട്. ഓക്കെ, അതിൻ്റെ ഓർഡർ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, നമ്പർ 1 അസെൻഡിങ്. അതിന് ശേഷം നമ്മൾ സാലറി, അതായത് സാലറിൻ്റെ നമുക്ക് ഈ ഈസ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സാലറിനെ ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നമ്പർ 1 ഇടുന്നത് നമുക്കൊന്ന് നോക്കാം. എൻ്റർ അടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ 3 ഈസ്റ്റ് കാണാം നിങ്ങൾക്ക്. ആ 3 ഈസ്റ്റിലും ഇവിടെ അസെൻഡിങ് ആയിട്ട് എമൗണ്ട് സോർട്ട് ചെയ്തത് കാണാം. ഓക്കെ, നോർത്തിൽ ഒന്നേ ഉള്ളൂ. സൗത്തിലും നിങ്ങൾക്ക് കാണാം. സൗത്ത് ആദ്യം സോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ 3, അതായത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് 16, 23, 45 ആ രീതിയിൽ വന്നതായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ ഡബിൾ സോർട്ടിങ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കോളങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷന് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ ഞാൻ കോളം ബേസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞതിൽ സോർട്ടിൽ കണ്ടതുപോലെ തന്നെ, പക്ഷേ ഇവിടെ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് സെലക്ട് ചെയ്യാം. സോർട്ട് ബൈ എടുക്കുന്നു, നമ്മൾ ഫോർമുല ഫുൾ റേഞ്ച് എടുക്കുന്നു. ഇവിടെ 2 പാരാമീറ്റർ തന്നെ കൊടുത്താൽ മതി. അതായത് ഈ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ എമൗണ്ട് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാറ്റ ഈ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സോർട്ട് ചെയ്തതായിട്ട് കാണാം.
ഓക്കെ, ഇതാണ് ഇതുകൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ്. ഈ രീതിയിൽ ഈസി ആയിട്ട് ഒറ്റ കോളം സെലക്ട് ചെയ്തിട്ട് നമുക്ക് റോ ആയാലും കോളം ആയാലും ബേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഡാറ്റ ഹൈഡ് ചെയ്യണം. അതായത് ഈ ഇൻഫർമേഷൻ നമുക്ക് അവർക്ക് കാണണ്ട. അതായത് ഇപ്പോൾ ഇവിടെ ഈ എമൗണ്ട് ഉണ്ട് ഇവിടെ, പക്ഷേ ഈ എമൗണ്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വേണ്ട, പക്ഷേ ഈ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്യണം. ആ സന്ദർഭങ്ങളിലും നമുക്ക് സോർട്ട് ബൈ ഫംഗ്ഷന് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ കണ്ടിത്തരാം. സോർട്ട് ബൈ എന്ന് ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ റേഞ്ച്, നമുക്ക് വേണ്ട റേഞ്ച് ഇത് 2 എണ്ണമാണ്. ഓക്കെ, സാലറി നമുക്ക് അങ്ങോട്ടേക്ക് ഡാറ്റ എടുക്കണ്ട, പക്ഷേ സാലറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്, പക്ഷേ ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ വിമൽ എന്നുള്ള ആൾ ഏറ്റവും കുറഞ്ഞ സാലറി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം ഇവിടെ 10,500 കണ്ടോ, ആ ആളാണ് ഫസ്റ്റ് വന്നത്, ആ ആളെ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് സോർട്ട് ചെയ്യുകയും ചെയ്തു, പക്ഷേ നമുക്ക് ഈ ഇൻഫർമേഷനെ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യണം. ആ സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഫംഗ്ഷന് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.